പഹൽഗാമിൽ വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. അവിടുത്തെ പ്രദേശവാസികളുടെയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഇന്നലെയും ഇന്നുമായി നമ്മൾ കാണുന്നു. അത് ഭീകരവാദികൾക്കെതിരെയാണ് ആ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 26 പേരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് നാടുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ബൽറാം നെടുങ്ങാടി പഹൽഗാമിൽ തുടരുന്നുണ്ട്. ബൽറാം, ഈ മൃതദേഹങ്ങൾ അവിടെ നിന്ന് എപ്പോഴത്തേക്ക് അതത് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു? എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ? അവിടെ പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണോ ബൽറാം? ഹഷ്മി, ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിലെ ആംഡ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, പോലീസ് കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നത് ഈ ഒരു കെട്ടിടത്തിലാണ്. ഇതിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് രാവിലെയാണ് അനന്ത്നാഗ് മെഡിക്കൽ കോളേജിൽ നിന്നും ഈ 26 പേരുടെയും മൃതദേഹങ്ങൾ ഈ പോലീസ് കൺട്രോൾ റൂമിൽ എത്തിച്ചത്. അത് സുരക്ഷാ സാഹചര്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് പോലീസ് കൺട്രോൾ റൂമിൽ ഈ മൃതദേഹങ്ങൾ എത്തിച്ചത്. ഇവിടെ വെച്ചുള്ള ചടങ്ങിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ, KC വേണുഗോപാൽ, ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ഈ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ മൃതദേഹങ്ങൾ മലയാളിയായ N രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ മൃതദേഹങ്ങൾ അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും പ്രത്യേക ആംബുലൻസുകളിൽ ഈ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയത്. ഈ മൃതദേഹങ്ങൾ ശ്രീനഗറിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ ഡൽഹിയിൽ എത്തിച്ച് അവിടെ നിന്നാകും പിന്നീട് ഓരോരുത്തരുടെയും നാടുകളിലേക്ക് അയക്കുക. ഇന്ന് വൈകിട്ടോടുകൂടി കൊച്ചിയിൽ N രാമചന്ദ്രന്റെ മൃതദേഹം എത്തും. ഈ മൃതദേഹങ്ങളോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പോകാനുള്ള ക്രമീകരണങ്ങളും ഇതേ വിമാനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരെ കൊണ്ടുപോകുന്നതിനായി പ്രത്യേക ബസ്സുകളും ഈ PCR നിന്നും ക്രമീകരിച്ചിരുന്നു. മൃതദേഹങ്ങൾ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നാടുകളിലേക്ക് എത്തിക്കാൻ അവ വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം അത് ഓരോരുത്തരുടെയും നാടുകളിലേക്കുള്ള വിമാനങ്ങളിൽ ആ മൃതദേഹങ്ങൾ കയറ്റി അയക്കും. അതേസമയം മറ്റ് പരിക്കേറ്റ മറ്റുള്ളവർ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ ചികിത്സയിലുള്ള ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഈ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ അവർക്ക് തിരികെ പോകാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. പ്രത്യേക വിമാനങ്ങൾ എയർ ഇന്ത്യ 2 വിമാനങ്ങൾ ഇന്നലെ രാത്രി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിമാനങ്ങൾ കൂടി ഒരുക്കിയേക്കും. കാരണം പല ദിവസങ്ങൾ ഇവിടെ തങ്ങാൻ എത്തിയ ആളുകളാണ് വളരെ പെട്ടെന്ന് ഈ ആക്രമണത്തെ തുടർന്ന് വളരെ പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയാം. ആ ഒരു പശ്ചാത്തലത്തിൽ ആണ് പ്രത്യേക വിമാനങ്ങൾ അടക്കമുള്ളവ ക്രമീകരിക്കുന്നത്. നിലവിൽ ആശങ്കയില്ലാതെ സുരക്ഷിതമായി ഇവിടെ എത്തിയ ഓരോ വിനോദസഞ്ചാരിയെയും തിരികെ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി റോഡുകളിൽ മുഴുവനായി തന്നെ വലിയ പോലീസ് വിന്യാസമുണ്ട്. വാഹന ചെക്കിംഗ് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഈ പോലീസ് കൺട്രോൾ റൂമിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അത് ജമ്മുകശ്മീർ പോലീസിന് അപ്പുറത്തേക്ക് അർദ്ധസൈനിക വിഭാഗങ്ങളെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം മറ്റ് ഇടങ്ങളിലും പ്രധാന റോഡുകളിലെല്ലാം തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ജമ്മു കശ്മീരിലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംയുക്തമായി ഇന്ന് ഈ ഒരു ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഒരു കട പോലും ശ്രീനഗർ നഗരത്തിൽ തുറന്നിട്ടില്ല. അത്രത്തോളം വലിയ തോതിൽ ഈ ജനങ്ങളെയും അത് ബാധിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് നമ്മൾ കണ്ട ആ പ്രതിഷേധം അത് ജനങ്ങൾ അവരുടെ ബാധിക്കുന്ന കൂടാതെ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഈ ഭീകരാക്രമണത്തിനെതിരായി അവർ നടത്തിയ പ്രതിഷേധമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും ആഹ്വാനം അനുസരിച്ചല്ല ഈ നഗരവാസികൾ, ഇവിടെ കച്ചവടം ചെയ്യുന്നവർ, ടാക്സി തൊഴിലാളികൾ അടക്കമുള്ളവരാണ്. ഇവരുടെ എല്ലാം തന്നെ ജീവിതത്തെ ഈ ഭീകരാക്രമണം ബാധിച്ചിരിക്കുന്നു. ഒറ്റയടിക്ക് ജമ്മു കശ്മീരിൽ 10,000 എത്തിയിരുന്ന ടൂറിസ്റ്റുകൾ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനി അവർ തിരികെ ഈ ആശങ്കകൾ ഒഴിയാൻ എത്ര കാലം എടുക്കും എന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. 25 വർഷത്തോളം വലിയ തോതിൽ ഭീകരവാദത്തിന്റെ പിടിയിലായിരുന്ന ജമ്മു കശ്മീർ പതുക്കെ അതിൽ നിന്നും മോചിതമായി ഇത്തവണ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും ഉയർന്ന ഒരു വിനോദസഞ്ചാരികളുടെ എണ്ണം ഇത്തവണ രേഖപ്പെടുത്തിയിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഇതിലുള്ള രോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ പ്രതിഷേധ പ്രകടനത്തിലൂടെ. അതേസമയം ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഊർജിതമായി തന്നെ ഈ താഴ്വരയിൽ പുരോഗമിക്കുന്നു. ബൈസരൻ താഴ്വര പൂർണ്ണമായും സൈന്യം വളഞ്ഞിരിക്കുന്നു. സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ താഴ്വര നിലവിൽ. അവിടേക്ക് പുറമെ നിന്നും യാതൊരാൾക്കും പ്രവേശനം അനുവദിക്കുന്നില്ല. NIA സംഘം ഇപ്പോൾ ഈ
പ്രദേശത്ത് എത്തി പരിശോധന ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. NIA പരിശോധന പൂർത്തിയായ ശേഷമായിരിക്കും തുടർന്ന് മറ്റ് നടപടികൾ ഈ പ്രദേശത്ത് ഉണ്ടാകുക. ഈ ഭീകരവാദികൾക്ക് വേണ്ടി സജീവമായ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അത് പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, CRPF അടക്കമുള്ളവർ ചേർന്നുള്ള ഒരു സംയുക്ത തെരച്ചിലാണ് ഈ മേഖലയിൽ നടത്തുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ സൈനികരെ, കമാൻഡോകളെ അടക്കം വിന്യസിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഉന്നതതല യോഗത്തിൽ അവലോകന യോഗം ഇടയ്ക്കിടെ ചേരുന്നുണ്ട്, സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തുടർ നടപടികൾ എന്ത് എന്ന് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഈ യോഗത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ടെത്തിയാണ് ഈ നടപടികൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ പെഹൽഗാം സന്ദർശിക്കും. അല്പസമയം മുമ്പ് അദ്ദേഹം ഈ PCR എത്തി മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച്, പുഷ്പചക്രം അർപ്പിച്ച് അദ്ദേഹം ഇവിടെ നിന്നും നേരെ പോയത് പെഹൽഗാമിലേക്കാണ്. പെഹൽഗാമിൽ എത്തി ആഭ്യന്തരമന്ത്രി സാഹചര്യങ്ങൾ വിലയിരുത്തും. ഇപ്പോൾ NIA സംഘവും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ NIA സംഘവുമായും ആഭ്യന്തരമന്ത്രി ആശയവിനിമയം നടത്തും. അവരുടെ ഒരു പ്രാഥമിക നിഗമനം, പരിശോധനയ്ക്ക് ശേഷമുള്ള പ്രാഥമികമായ അവരുടെ നിഗമനം എന്ത് എന്ന കാര്യം ആഭ്യന്തരമന്ത്രി ആരായും. നിലവിൽ ലഭിച്ച എല്ലാ സൂചനകളും വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാന്റെ പങ്ക് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പിന്തുണയോടെയുള്ള ഒരു ഭീകരാക്രമണം എന്ന് തന്നെയാണ്. ഈ ഭീകരവാദികൾക്ക് കൃത്യമായ പിന്തുണ പാകിസ്ഥാനിൽ നിന്നും ലഭിച്ചിരുന്നു എന്ന നിഗമനത്തിൽ തന്നെയാണ് ഉള്ളത്. ആക്രമണത്തിൽ പങ്കെടുത്ത, ആക്രമണം നടത്തിയ ഭീകരർ അവർ പാകിസ്ഥാൻ സ്വദേശികളാണ്, അടുത്തിടെ നുഴഞ്ഞു കയറിയവരാണ് എന്ന വിവരമാണ് പോലീസിനും മറ്റ് ഏജൻസികൾക്കും ലഭിച്ചിരിക്കുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ അത് ശേഖരിക്കുന്നതിനുള്ള നടപടിയിലാണ് സുരക്ഷാ ഏജൻസികൾ നിലവിലുള്ളത്. മറ്റ് അന്വേഷണം, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തുടർ അന്വേഷണം നടത്തുക NIA ആയിരിക്കും. ഒപ്പം തന്നെ മറ്റ് ഏജൻസികൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, IB അടക്കമുള്ള ഏജൻസികളും നിലവിൽ ഈ ഗ്രൗണ്ടിൽ ഉണ്ട്. ഇവരും ഏത് തരത്തിലാണ് ഇവർ എത്തിയത്, എന്താണ് ഈ സമയവും സ്ഥലവും തിരഞ്ഞെടുക്കാൻ കാരണം, ഇതിൽ മറ്റ് പ്രാദേശികമായ ഘടകങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാനുള്ള തിരക്കിലാണ്, ആ ഒരു അന്വേഷണത്തിലാണ്. ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെയുണ്ട്. എന്തുകൊണ്ടാണ് ഈ സമയം തിരഞ്ഞെടുത്തത്? അമേരിക്കൻ ഭരണാധികാരി ഇവിടെയുള്ള സമയത്ത് എടുക്കുന്ന സമയം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലുള്ള സമയം, ഇത്രത്തോളം വലിയ സൈനിക സാന്നിധ്യമുള്ള മേഖലയിൽ അവർക്ക് അങ്ങനെ നുഴഞ്ഞു കയറാൻ കഴിഞ്ഞു തുടങ്ങിയ ചോദ്യം, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭീകരാക്രമണം ബാക്കി വെക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം നമുക്കിപ്പോഴുള്ളത് വേദനയാണ്. ആ വേദനയ്ക്കുള്ള മറുപടി കൊടുക്കൽ എപ്പോഴുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രാധാന്യമുള്ള ചോദ്യം. തിരികെ എത്താം ബൽറാമിലേക്കും പഹൽഗാമിലേക്കും തന്നെയാണ് ഇടവേളയ്ക്ക് ശേഷം.